ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും SKS മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. ചെറിയൊരു രാവിലെ തൊട്ട് ഒരു വല്ലായ്മ ഉണ്ട് എനിക്ക്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ജലദോഷത്തിൻ്റെ ഒരു ഇതുപോലെ കേട്ടോ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്ന് നിങ്ങളെ എനിക്ക് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനൊരു പുതിയ ഗണ്ണ് മേടിച്ചു ഗൈസ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നിങ്ങളെ എനിക്ക് കാണിക്കാനുള്ളത് കേട്ടോ. അപ്പം ഈ ഗണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗണ്ണിൻ്റെ അൺബോക്സിങ് കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അവന് പൈലറ്റ് വിട്ടിട്ട് യാതൊരു കളിയില്ല. അപ്പോൾ ഞാൻ പൈലറ്റിൻ്റെ ഗണ്ണാണ് ഈ പ്രാവശ്യം മേടിച്ചത് കേട്ടോ. അപ്പം മേടിച്ച ആ ഒരു കടയും അതേപോലെ തന്നെ ഇപ്പം ഗണ്ണ് മേടിച്ചപ്പോഴത്തേന് ഇപ്പം ഞാൻ മേടിച്ച ഗണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വേറൊരു സെറ്റിങ്സും കൂടെ ഒരു പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈലറ്റിൻ്റെ ഗണ്ണകത്ത് തന്നെ ഒരു പുതിയ സെറ്റിങ്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെന്ന് വെച്ചാൽ വേറെ പറയണമെന്ന് പറഞ്ഞാൽ, നമ്മളെ ഗണ്ണിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. അപ്പം അതിലും കൂടെ ഇച്ചിരി കൂടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്ന് രണ്ട് കമൻറ്റ് വന്നായിരുന്നു. അപ്പം ഈ കമൻറ്റിനുള്ള മറുപടി പറയുമ്പോഴത്തേനും ഞാൻ അടുത്തടുത്ത വീഡിയോയിലാണ് പറഞ്ഞത്. എല്ലാ കമൻറ്റിനും നമ്മൾ ലൈക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മറുപടി പറയുമ്പോഴത്തേനും നമ്മൾ തൊട്ടടുത്ത ഒരു വീഡിയോയിൽ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേനും നമ്മുടെ പുതിയ തകിടിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യാം എന്നും പറഞ്ഞ ഒരു പിക്കപ്പ് പെയിൻറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കമൻറ്റ് വന്നു പറഞ്ഞാൽ, ആ വീഡിയോയിൽ നമ്മൾ മഞ്ഞ അടിച്ചേക്കുന്ന ഏതാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് മഞ്ഞ അടിച്ചതെന്ന് പറഞ്ഞാൽ ആസ്പയാണ് അടിച്ചത്. ആസ്പ പിന്നെ ആപ്പയല്ലാണ് കേട്ടോ, SD ആപ്പയല്ലാണ് ഞാനത് അടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ആ വണ്ടി ഫുള്ള് ഏത് പെയിൻറ്റ് അടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ള് നമ്മൾ അടിച്ചേക്കെന്ന് പറഞ്ഞാൽ ആസ്പ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു PU ക്ലിയർ ഒരു ശകലം നമ്മൾ ഒരു കോട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. അത് വെളിഭാഗം നമ്മൾ ഒരു കോട്ടൊന്ന് പൂശി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ വണ്ടി അടിച്ചേക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി എന്തായാലും നമുക്കൊരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും. ഗായ്സ്, ഞാൻ ഈ ഗണ്ണ് മേടിച്ചെന്ന് പറഞ്ഞാൽ കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്ത് നമ്മുടെ ബീച്ച് റോഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. അവിടെ നിന്നാണ് ഞാൻ ഈ ഗണ്ണ് മേടിച്ചത് കേട്ടോ. അപ്പം സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് എഡിസൺ എഞ്ചിനീയറിംഗ് എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ നമ്മുടെ പൈലറ്റിൻ്റെ ഗണ്ണ് മേടിച്ചത് കേട്ടോ. കടയിൽ ചെന്ന ഉടനെ ഞാൻ ഫസ്റ്റിൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ചാനലുണ്ട്, ചാനലിടാൻ വേണ്ടി നമ്മളൊരു കടയുടെ ഒരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അവിടുത്തെ ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ കയറി ഈ കടയുടെ വീഡിയോ ഫസ്റ്റിൽ എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ പൈലറ്റിൻ്റെ ടൈപ്പ് 59 ഞാൻ ഈ ഗണ്ണ് മേടിച്ചത് കേട്ടോ. ടൈപ്പ് 59 ഗണ്ണാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഗണ്ണ് മേടിക്കുന്നത് കൂടെ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഫുള്ളൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പം കടയെന്ന് പറഞ്ഞാൽ നല്ലൊരു കടയാണ്, വലിയൊരു കടയാണ്. അതേപോലെ തന്നെ സാധനങ്ങൾ നമ്മൾ ഒത്തിരി സാധനങ്ങൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ തന്നെ നമുക്ക് ഈ കടയിലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കിനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പോളിഷ് ചെയ്യുന്ന മെഷീനൂടെ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ സാധനം നമ്മൾ മേടിച്ച ഗണ്ണും കൊണ്ട് നേരെ വർക്ക്ഷോപ്പിൽ വന്നു കേട്ടോ. വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും അൺബോക്സിങ് ചെയ്യാൻ പോകണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പെയിൻ്റൊക്കെ ചെയ്യുന്ന വീപ്പയുടെ പുറത്തൊരു തുണിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് ഞാനിത് അൺബോക്സിങ് ചെയ്യുന്നത് കേട്ടോ. സാധനം മേടിച്ചപ്പോൾ കടയിൽ വെച്ചൊന്ന് പൊട്ടിച്ച് നോക്കിയെങ്കിൽ നല്ല വൃത്തിയായിട്ട് നോക്കി നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. അപ്പം കടയിൽ വെച്ച് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നോക്കി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ച് കൊണ്ടുപോകാനൊക്കെ പാടായിരിക്കും. എങ്കിലും നമ്മൾ മേടിക്കുമ്പോൾ മൊത്തം നോക്കി മേടിക്കുക. എങ്കിലും ഞാൻ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇതിൻ്റെ സാധനങ്ങൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിലും ഇച്ചിരി കൂടെ നല്ല ബെറ്ററായ ഒരു ഗണ്ണാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിനായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ മേടിച്ചതിൽ ഇച്ചിരിയും കൂടെ ഒരു നല്ലൊരു ഗണ്ണാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം പിന്നെ ഇതിനകത്ത് പറയുകയാണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഗണ്ണ് എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഇതിനകത്തൊരു പേപ്പർ ഇട്ടു കേട്ടോ. അത് നമ്മുടെ ഗണ്ണിനെ പറ്റിയുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഗണ്ണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പേപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഗണ്ണ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഗണ്ണ് സെറ്റ് ചെയ്യപ്പെടുന്നതിന് ഇതിൻ്റെ മെയിനായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ, നേരത്തെ എൻ്റെ കയ്യിൽ ഇരുന്ന ഗണ്ണെന്ന് പറഞ്ഞാൽ എയർ സെറ്റ് ചെയ്യണം. എയർ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസറിൻ്റെ അടുത്ത് പോയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമായിരുന്നുണ്ടോ. ഇപ്പോൾ ഇനി ഈ ഒരു ഗണ്ണ് മേടിച്ചതോടുകൂടി ഇപ്പോൾ അങ്ങനെ നമുക്ക് കംപ്രസറിൻ്റെ അടുത്ത് പോകണ്ട. അപ്പോൾ ഈ ഗണ്ണിനകത്ത് തന്നെ നമ്മൾ എയർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ സാധനവും അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഒരു സാധനമേ ഉള്ളൂ. ആ ഒരു ഇത് നമുക്കതിനെ ഈ ഗണ്ണിൽ തന്നെ ഈ ഗണ്ണ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടി ഗൈസ്. അതേപോലെ തന്നെ ഗണ്ണ് മേടിച്ചപ്പം കടയിൽ വെച്ച് പറഞ്ഞു, കടയിൽ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ സ്റ്റീലിൻ്റെ കപ്പാണെന്നുണ്ടെങ്കിൽ വില കൂടുതലാണ്, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പുണ്ട് കേട്ടോ. ആ ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ വില കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ കപ്പ് ഒരു 100-300 രൂപ അധികമായാലും സ്റ്റീലിൻ്റെ കപ്പ് മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഈട് നിൽക്കും. മറ്റേ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണെന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു പോറലൊക്കെ വന്ന് ഇതിനിടയ്ക്കൊക്കെ പ്ലാസ്റ്റിക്കിന് ആ പോറലൊക്കെ വന്നു കഴിഞ്ഞ് ഇതിനിടയ്ക്കൊക്കെ പെയിൻറ്റ് കയറി ഒക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ക്ലിയറൊക്കെ അടിക്കുന്ന കൂട്ടത്തിൽ നല്ല ക്ലീൻ ചെയ്താലൊന്നും വൃത്തിയാവില്ല. ഇത് അപ്പോഴത്തെ നല്ല വൃത്തി ചിരണ്ടി ബ്ലേഡ് കൊണ്ടൊക്കെ ചിരണ്ടി നമുക്ക് വൃത്തിയാക്കി ഈ കപ്പ് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ കപ്പ് ഉള്ള ഗണ്ണ് മേടിച്ചത് കേട്ടോ.
ആദ്യം മേടിച്ച ഗണ്ണേക്കാൾ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇതിനകത്ത് എയർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധനം കിട്ടി കേട്ടോ. അതാണ് എനിക്ക് വ്യത്യാസമായിട്ട് ഈ ഒരു ഗണ്ണിൽ എനിക്ക് തോന്നിയത്. അതിൻ്റെ കാര്യം ഞാൻ കട ചോദിച്ചപ്പോഴത്തേന് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ വരുന്ന മോഡൽ ഇപ്പോൾ വരുന്ന ഗണ്ണിനൊക്കെ ഇങ്ങനെ ഒരു ഇതും കൂടെ നമുക്ക് എല്ലാ പിന്നെ ആ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നേരത്തെ എൻ്റെ ഇരുന്ന ഗണ്ണെന്ന് പറഞ്ഞാൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു ഗൈസ്. ആ ഒരു കംപ്ലയിൻറ്റ് എങ്ങനെ വന്നുള്ളതും ആ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾ എങ്ങനെ പരിഹരിച്ചു എന്നുള്ളതുമായ ഒരു കൊച്ചു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷം 5 വർഷമൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ഗണ്ണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു. ആ കംപ്ലയിൻറ്റ് ഞാൻ അവിടെ ചെന്ന് കടയിൽ ചോദിച്ചപ്പോഴാണ് ചെറിയൊരു വർക്ക് ചെയ്താൽ മതി, ആ ഒരു കംപ്ലയിൻറ്റ് മാറി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ആ കംപ്ലയിൻറ്റ് നമ്മുടെ പഴയ ഗണ്ണിൽ മാറ്റിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗണ്ണ് ഉപയോഗിക്കുമ്പോഴത്തേന് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പം ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗണ്ണ് മേടിച്ചാൽ സ്ഥിരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുറച്ച് നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ക്ലീൻ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഗണ്ണുകൾ കംപ്ലയിൻറ്റ് വരുന്നത്. പിന്നെ തേയ്മാനം വന്നാലും അങ്ങനെ വരാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. അതേപോലെ തന്നെ പെയിന്റിംഗ് സംബന്ധമായ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.